ഈശോ എന്നെ ക്യൂട്ടഡായി കൊച്ച്. നീ ഇതെങ്ങനെ ഒപ്പിച്ചു? പറ, what's the story? സ്റ്റോറി ആ ഇപ്പൊ പറയാം. പള്ളിയിൽ വെച്ചാ ഡാ ചെറി, നീ ആ പെൺകുട്ടിയെ കണ്ടോ? എവിടെ 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 എവിടെ? എന്ത് നല്ല കുട്ടിയാന്നറിയോ? പള്ളിക്കാര്യത്തിലൊക്കെ എന്നാ ശ്രദ്ധയാ. നീയൊക്കെ അവളെ കണ്ടുപഠിക്കണം. അമ്മ പറഞ്ഞത് ഞാൻ കാതുകൊണ്ടല്ല കേട്ടത്. അന്ന് മുതൽ ഞാൻ അവളെ കണ്ട് പഠിക്കാൻ തുടങ്ങി. കണ്ട് പഠിക്കാൻ തുടങ്ങി. കണ്ട് പഠിക്കാൻ തുടങ്ങി. എന്നാൽ അവളെ എന്ത് കണ്ടിട്ടാ നിന്നെ പ്രേമിച്ചത്? ഒരുപാടുണ്ടല്ലോ. എൻ്റെ സ്കിൻ, എൻ്റെ ഫേസ്, എൻ്റെ ബോഡി. പിന്നെ കട്ട ബോഡിയല്ലേ. എന്താടി എൻ്റെ ബോഡിക്ക് എന്തൊരു കുഴപ്പം? വലത്തോടെ ഇരിഞ്ഞ നെടുമുടി വേണം, ഇടത്തോടെ ഇരിഞ്ഞ ശിവജി ഗുരുവായൂർ. ഇവർക്ക് എന്തായാലും കുഴപ്പം? ഇവർ രണ്ടുപേരും നല്ല അസല നടന്മാരാണ്. എടി അഹങ്കാരി, നോക്കിക്കൂടി, നിന്നെ കെട്ടാൻ വരുന്നവന് തല നിറച്ച് കഷണ്ടിയും നല്ല ഇടവേള ബാബുവിനെ പോലെ വയറുള്ള ഒരു ഐറ്റം സാധനമായിരിക്കൂടി. നോക്കിക്കൂടി. നീ പോടി. ആഹാ ഹാ, നമ്മുടെ മേയർ എഴുന്നിട്ടല്ലോ. ഹലോ ചിപ്പി. ജെറി, ഞാൻ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാ. നീ നാട്ടിലോട്ട് എന്നെ കാണാൻ വരില്ലേ? ഞാൻ വരും. നീ പഠിച്ച് നല്ലൊരു ഡോക്ടറായിട്ട് വാ. ഇവിടെ ഒരു MBBS പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നീ അവളെക്കാളും നല്ല ഡോക്ടറാണ്. അവളുടെ അഹങ്കാരം താങ്ങാൻ വയ്യ. ബൈ. ബൈ. ഡാഷ് എൽജിയുടെ വൈഫ് ഉണ്ടാക്കിയ വൈന കലകന. ബിസിയാണോ? അല്ല, ഗേൾ ഫ്രണ്ടുമായിട്ട് സംസാരിക്കണോ? ഗേൾ ഫ്രണ്ടോ? ഉണ്ടെന്നറിയാം. ഓ, സംസാരിക്കണോ? വേണ്ട. എന്നാ വാ. ഒരു സിറ്റി നമ്മളെപ്പോഴും ഇങ്ങനെ ഉയരത്തേന്ന് കാണണം. ഇത് ഇങ്ങനെ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന കാണുമ്പോൾ അധ്വാനിക്കാൻ തോന്നും, സ്വപ്നം കാണാൻ തോന്നും. സ്വപ്നം കാണണമെങ്കിൽ ആദ്യം ഉറങ്ങണം. എന്തായി UK MBA പോകുന്ന കാര്യം? ഓ, ഞാൻ എങ്ങോട്ടുമില്ല അപ്പാ. എനിക്കിവിടെ നിന്നാൽ മതി. നമ്മുടെ ബിസിനസ്സൊക്കെ നോക്കി എനിക്ക് പപ്പേനെ പോലെ ആയാൽ മതി. നീ മടിയൻ. നീ എന്തിനാ എന്നെ പോലെ ആവുന്നത്? എന്നെ പോലെ ഞാനില്ലേ? എടാ, എൻ്റെ മക്കൾ എന്നെക്കാളൊക്കെ മുകളിൽ വരണം. അല്ലാതെ ക്ലോണിങ് അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. എടാ, ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോൾ നീ ലൈഫിൽ സെറ്റിലാവും. ഒരു കുടുംബം, ഒരു ബിസിനസ്, ഒരു ജോലി, അങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ പോകാൻ തുടങ്ങും. പക്ഷേ ഒരു 25 വയസ്സിനൊക്കെ മുമ്പ് ലോകം ഇങ്ങനെ വിശാലമായിട്ട് മുന്നിൽ തുറന്നു കിടക്കും, ഒരുപാട് ഓപ്ഷൻസൊക്കെ ആയിട്ട്. അത് നീ എക്സ്പ്ലോർ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ഏജ്. നീ UK പോകണം, MBA പഠിക്കണം. എടാ, ഒരു പുതിയ നാട്ടിൽ പുതിയ കുറേ ആൾക്കാരുടെ ജീവിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ, നിനക്ക് പല പുതിയ കാര്യങ്ങളും ചെയ്യാൻ തോന്നും. ഇനി അങ്ങനെ ഒന്നും തോന്നുന്നില്ലെങ്കിൽ നീങ്ങി വാ, നമുക്കിവിടെ ഇരുമ്പിൻ്റെ കച്ചവടം നടത്താം. ഇരുമ്പ് എവിടെയും പോകില്ലല്ലോ. നീ ഇപ്പോൾ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ലേ? പപ്പ, നാളെ മുതൽ ഞാൻ ജിമ്മിൽ പോയിരിക്കും. എടാ, ആണുങ്ങളുടെ കൈ എന്നൊക്കെ പറഞ്ഞതാ ഇങ്ങനെ ഇരിക്കണം, കണ്ടാ? ഇങ്ങോട്ട് നോക്കി. ട്രൈസെപ്സ് ഉണ്ടോ? 3 ഉണ്ട്. ഒരെണ്ണം ഇത്തിരി വലുതാ. ഇത് गुड मॉर्निंग जेकब साहब. कैसे हो रविंदर जी ठीक हूँ साहब. ये रख लो. ठीक है, बाय. थैंक यू. പപ്പ എന്തിനാ അയാൾക്ക് എപ്പോഴും കാശ് കൊടുക്കുന്നത്? അയാൾക്ക് കെട്ടിക്കാൻ പ്രായത്തിലുള്ളൊരു മോളുണ്ടോ? പിന്നെ ഈ 10 ദിർഹംസ് വെച്ചിട്ട് അയാൾ മോളെ കെട്ടിക്കാൻ പോലെ. ഇവിടുത്തെ ചെലവും വാടകയൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ പൈസ അയാൾക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റുള്ളൂ. ഇയാളുടെ മോള് നല്ല അസാധ്യമായിട്ട് വരയ്ക്കും. പക്ഷേ അവളെ പഠിപ്പിക്കാനൊന്നും അയാളെ കൊണ്ട് പറ്റുന്നില്ല. 100 കൂട്ടം പ്രശ്നങ്ങളാണ്. ഈ തണുപ്പത്ത് അവനൊരു ചായയെങ്കിലും കുടിക്കട്ടാ. പപ്പ, എന്നാൽ പിന്നെ അയാളുടെ മോളെ ഞാനും കിട്ടിയാലോ? അയാൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ആർക്ക് പോയി? അയാൾക്ക് പോയി. ഈ ബിസിനസ് മീറ്റിങ്ങിന് നമ്മളെപ്പോഴും രാവിലെ തന്നെ പോകണം. രാവിലെ ആകുമ്പോൾ എല്ലാവരും നല്ല ഫ്രഷ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, മനസ്സിലിത്തിരി നന്മയൊക്കെ ഉണ്ടാവും. ഈ നന്മ നമുക്കൊരുപാട് ഗുണം ചെയ്യും. ആരെ കാണാൻ പോകുമ്പോഴും നമ്മൾ അയാളെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം. ഈ ചീട്ട് കൊട്ടാരം പോലെ തകർന്നിരിക്കുമ്പോഴും എതിരെ നിൽക്കുന്ന ആളുടെ കണ്ണിൽ നോക്കി
നല്ല ഫുൾ കോൺഫിഡൻസിൽ സൂര്യന് താഴെ എന്തിനെക്കുറിച്ചും കൺവിൻസിംഗ് ആയിട്ട് സംസാരിച്ച് കച്ചവടം ചെയ്യാൻ അറിയുന്നവനാണ് യഥാർത്ഥ ബിസിനസ്മാൻ. ഈ യൂസഫ് അലിയൊക്കെ പോലെ അല്ലേ? യൂസഫ് അലിയെ പോലെ അല്ലടാ, നിന്റെ അപ്പനെ പോലെ. എന്ത് നല്ല റോഡാല്ലേ, ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഇതൊക്കെ എന്ത്, ഇവിടെ ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. അതൊക്കെ നമ്മുടെ നാട്. നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് ഒക്കെ വാങ്ങി റോഡിലെ കുണ്ടും കുഴിയൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു പഴയ KSRTC ബസ്സിൽ ഇങ്ങനെ ഡുഗു 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 എന്ന് പറഞ്ഞു പോണം. അതൊക്കെ അല്ലടാ വികസനം. നീ KSRTC ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി നാട്ടിൽ പോകുമ്പോൾ നമുക്കൊന്ന് കയറാം. ഒരു മലയാളി ആവണമെങ്കിൽ ലൈഫിൽ ഒരു തവണയെങ്കിലും ഒരു KSRTC ബസ്സിൽ കയറിയിരിക്കണം. ഓ, ഇന്ന് പോയ വീട് കാണാ, എന്ത് രസമല്ലേ. ആദ്യം അയാൾ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും തരായിരുന്നില്ല. പിന്നെ നമ്മൾ അയാളെ സംസാരിച്ച് അവസാനം സമ്മതിപ്പിച്ചു. പറയട്ടെ അമ്മ, ഇവന് ഗേൾ ഫ്രണ്ട് ഉണ്ട്, രണ്ടുപേരും ഒരുമിച്ച് നടന്നു പോകണം. ഡാഡാ പല്ലൊക്കെ ഞാൻ താഴെ ഇടും. വരില്ല കേട്ടോ. പ്രിൻസിപ്പൽസ് അനൗൺസ്മെന്റ്. മുത്തേ ശ്രദ്ധിച്ചേ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾ MBBS ചേരാൻ പോകുന്നു. നല്ല വിവരവും വെള്ളിയാഴ്ചയുമുള്ള ഒരു ഡോക്ടറായിട്ട് അവൾ തിരിച്ചു വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ഡിന്നർ ഞാൻ എൻ്റെ അമ്മുക്കുട്ടിക്ക് ഡെഡിക്കേറ്റ് ചെയ്യും. പിന്നെ എല്ലാവരോടും ഒരു കാര്യം, മറ്റന്നാളാണ് അമ്മ ഇവിടുന്ന് പോകുന്നത്. അതെ. നാളെ ഒരു ദിവസം നമ്മൾ എല്ലാവരും ഫാമിലിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. നമ്മൾ ഒരുമിച്ച് പുറത്തു പോകുന്നു. സിനിമ, ഷോപ്പിംഗ്, ഡെസേർട്ട് ഡ്രൈവ്, ബെല്ലി ഡാൻസ്. ബെല്ലി ഡാൻസ് ഒന്നും വേണ്ട, അത് വേണ്ട ഷായ. അത് വേണ്ട. കേരളത്തിലെ അമ്മമാർ പോലെ സംസാരിക്കരുത്. അടിപൊളിയാണ് അല്ലേ? He's got the same belly for belly dance also. കറക്റ്റ് ആയിരിക്കും. It's fabulous, you know. Now listen, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ നാളെ നോ അതർ പ്ലാൻസ്. Okay. ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകുന്ന പരിപാടി ഇല്ല. കേട്ടല്ലോ, അത് നിന്നെ ഉദ്ദേശിച്ച, നിന്നെ മാത്രം ഉദ്ദേശിച്ച. ശരി. അമ്മ മാറി, ഞാൻ കഴുകാം. ഞാൻ കഴിക്കോളവിടെ. മുത്തെന്തേ? നീ അവിടെ ഉണ്ട്. എന്താപ്പാ? നീ നിങ്ങൾ വന്നേ, വാടാ. ആ വാതിലും കടച്ചേരി. നാളത്തെ ഈ ഔട്ടിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫാമിലി മാത്രമായിട്ടൊരു പുറത്തു പോക്കിനൊക്കെയുള്ള ചാൻസ് കുറവാണ് അല്ലടാ? എന്താ ഇങ്ങനെ പറയുന്നത്? ഹേയ്, ഞാനങ്ങനെ ഒരു നെഗറ്റീവ് സെൻസിൽ പറഞ്ഞൊന്നുമല്ല. അമ്മു ഇനിയിപ്പോൾ വെക്കേഷൻസിനൊക്കെ മാത്രമല്ലേ വരുള്ളൂ. പിന്നെ അധികം വൈകാതെ നിൻ്റെ കല്യാണം, അത് കഴിഞ്ഞ് അടുത്ത ആളുടെ കുടുംബത്തിലെ മെമ്പേഴ്സ് കൂടുമല്ലോ. നമ്മുടെ കുടുംബത്തിൽ വരുന്ന കുട്ടികളൊക്കെ എൻ്റെ മക്കൾ തന്നെ ആയിരിക്കും. ഞാനവരെ അങ്ങനെ കാണും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ കുടുംബം ഇതല്ലടാ. നിനക്ക് ഞാനൊരു സാധനം തരാം. ഞാൻ ദുബായിൽ വന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ സേവിങ്സ് എന്ന് വാങ്ങിച്ച ക്യാമറയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൊമെൻറ്റ്സ് ഒക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് ഈ ക്യാമറയിൽ. നാളെ നീ എനിക്കിതിൽ കുറച്ച് ഫോട്ടോസ് എടുത്തു തരണം, നമ്മുടെ ഫാമിലിയുടെ. അപ്പോൾ ഇത് ഫിലിം ഇടുന്ന ക്യാമറയല്ലേ? കുറച്ച് ഫോട്ടോസ് എടുക്കുമ്പോഴേക്കും തീരും. ഞാൻ എൻ്റെ പുതിയ ക്യാമറ എടുക്കാം. ഡിജിറ്റലിൽ എടുക്കുന്ന 100-300 ഫോട്ടോസൊന്നും വേണ്ടടാ. ഒരു ചെറിയ ആൽബത്തിൽ സൂക്ഷിക്കാൻ നല്ല കുറച്ച് ഓർമ്മകൾ മതി. പറ്റുമോ?